ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപ് ആതിരയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. സന്ദീപ് ആതിരയോട് പറയുകയാണ്, ഇനി മേലിൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. എങ്ങനെയോ ആണ് നമ്മൾ ഇവിടം വരെയൊക്കെ സംസാരിച്ചെത്തിയത്. ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ കേട്ടിട്ട് ആതിരയ്ക്ക് വിഷമമാവുകയാണ്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ അതിന് ക്ഷമ ചോദിക്കാം. പക്ഷേ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓഫീസില് ഒരു പ്രശ്നങ്ങളാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ വേറെ പ്രശ്നങ്ങൾ, അതിന്റെ കൂടെ തന്റെ പ്രശ്നങ്ങളും കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നമുക്കിത് ഇവിടെ നിർത്താം. ഗുഡ് ബൈ ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് കോൾ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിര. ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയാനും മാത്രം. എന്താണെങ്കിലും അവസാനമായിട്ടൊരു മെസ്സേജ് അയച്ചേക്കാം. ഇനി ഞാൻ വിളിക്കത്തുമില്ല, മെസ്സേജ് അയക്കത്തുമില്ല എന്ന് പറഞ്ഞ് ആതിര സന്ദീപിന് മെസ്സേജ് അയക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്. ഞാൻ ഇവിടെ വിരിച്ചുകൊണ്ടിരുന്ന ബ്ലൂ കളറിലെ ഷീറ്റ് എന്തേന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് കഴുകാനിട്ടെന്നും ഇത് പുതിയ ഷീറ്റാണെന്നും അർച്ചന പറയുകയാണ്. എന്നാൽ സച്ചി അതൊന്നും കേൾക്കാതെ അർച്ചനയോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ എന്റെ കാര്യങ്ങളൊന്നും താൻ ചെയ്യണ്ട. എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ എനിക്കറിയാം. താൻ എന്നെ കൂടുതൽ സഹായിക്കുകയൊന്നും വേണ്ട. അത്രയും പറഞ്ഞ് സച്ചി തന്റെ ഷീറ്റൊക്കെ തനിയെ വിരിക്കുകയാണ്. തുടർന്ന് അർച്ചനയുടെ ഷീറ്റ് വിരിക്കാനൊരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, വേണ്ട, ഞാൻ ചെയ്തോളാം. അങ്ങോട്ട് മാറി നിൽക്കാനല്ലേ തന്നോട് പറഞ്ഞത്, ചെയ്യാനേ എനിക്കറിയാം. അത്രയും പറഞ്ഞ് അർച്ചനയുടെ ഷീറ്റും കൂടി വിരിച്ചിട്ട് സച്ചി അർച്ചനയോട് മാറിക്കിടക്കാൻ പറയുകയാണ്. സച്ചിയുടെ വാക്കുകളൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. തന്നോട് കിടക്കാനല്ലേ പറഞ്ഞത് എന്ന് വീണ്ടും സച്ചി ദേഷ്യത്തോടെ പറയുമ്പോൾ അർച്ചന മാറിക്കിടക്കുന്നു. അങ്ങനെ അർച്ചന കിടക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സച്ചി. അതെ, രാവിലെ എനിക്ക് അടുക്കളയിൽ വെച്ചൊരു പണി തന്നില്ലേ, അതിന് ഞാനും തിരിച്ച് ചെറുതായിട്ടൊരു പണി തന്നതാ കേട്ടോ. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാൻ ആകെ തകർന്നു പോയി. സച്ചിയേട്ടൻ അറിയാമോ, ഇങ്ങനെയൊന്നും മനുഷ്യനെ പേടിപ്പിക്കരുത്. ഞാൻ ആകെ പേടിച്ചു പോയി. കുഴപ്പമില്ലടോ, ഇടയ്ക്കൊക്കെ പേടിക്കുന്നത് നല്ലതാ. ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്നൊക്കെയാ ഡോക്ടർമാർ പറയുന്നത്. എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു സച്ചിയേട്ടാ, ഞാൻ ഇത്രയൊന്നും ചെയ്തില്ലല്ലോ എന്നും അർച്ചനയും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കിടക്കുകയാണ്. തുടർന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ സച്ചിക്ക് വയറുവേദന എടുക്കുകയാണ്. വയറുവേദന എടുത്ത് പൊളയുന്ന സച്ചിയെ കണ്ട് അർച്ചന എഴുന്നേറ്റ് ചെല്ലുന്നു. എന്താ സച്ചിയേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വയറുവേദന എടുത്തിട്ട് മേലെന്ന് സച്ചി പറയുന്നു. തുടർന്ന് അർച്ചന സച്ചിക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ വയറുവേദന കുറയുന്നില്ല. പോയി അച്ഛനോട് പറയട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ അർച്ചന പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് സച്ചി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിക്കുള്ള കോഫിയുമായിട്ട് അച്ചു വരുന്നതാണ്. ഇത് കണ്ടിട്ട് സച്ചി ചോദിക്കുകയാണ്, ഇത് കോഫിയല്ലല്ലോ, ഇതെന്തുവാ? ഇതേ ഒരു കഷായ കോഫിയാ, അങ്ങോട്ടേക്ക് കുടിച്ചേ. എനിക്കെങ്ങും വേണ്ടെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയെ പിടിച്ചിരുത്തി നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് അച്ചു. പിന്നീട് കാണിക്കുന്നത് ജോഗിങ്ങിന് പോയി തിരിച്ചു വരുന്ന സന്ദീപിനെയാണ്. ആതിരയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ്. ഞാൻ ഇന്നലെ പറഞ്ഞതല്പം കടന്നുപോയോ എന്നൊക്കെ ചിന്തിച്ച് തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ആതിരയുടെ മെസ്സേജ് കാണുന്നത്. ഇനി മേലിൽ താൻ ശല്യം ചെയ്യില്ലെന്നും വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യില്ലെന്നും ഇത്രയും നാളും വിളിച്ചതിനൊക്കെ ക്ഷമയും ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത്. ഞാൻ ചെയ്തത് അല്പം കടന്നുപോയെന്ന് സന്ദീപ് മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് കോഫി കുടിക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക വന്ന് സന്ദീപിനോട് സോറി പറയുന്നു. ഞാൻ നിന്നോട് ഇന്ന് ഫയലിൽ സൈൻ ചെയ്യിപ്പിക്കാത്തതിന് കുറെ ചീത്ത പറഞ്ഞില്ലേ, അതെന്താണെങ്കിലും നന്നായി. ആ കമ്പനിയെ ഇത്തിരി പ്രശ്നമുള്ളതായിരുന്നു. ആ സമയത്ത് സൈൻ ചെയ്യിക്കാഞ്ഞതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിലേ നമുക്ക് പണി കിട്ടിയേനെ എന്നൊക്കെ അവന്തിക പറയുകയാണ്. എന്താണെങ്കിലും സന്ദീപ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നന്നായി അല്ലേ ചേച്ചിയെന്ന് അനഘയും ചോദിക്കുന്നു. തുടർന്ന് സച്ചി പറയുകയാണ്, ഏട്ടത്തി, ഈ കമ്പനിയുടെ മുൻകാല ഫയലുകളൊക്കെ എനിക്കൊന്ന് പഠിക്കേ. അത്ര ജെനുവിൻ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതേ, അവര് ഏതെങ്കിലും കമ്പനിയിൽ നുഴഞ്ഞു കയറും, എന്നിട്ട് അവിടുത്തെ ടോപ്പേഴ്സുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെടുക്കും, പണം കൊടുത്ത് അവരെ വിലക്കെടുക്കുമെന്നൊക്കെയാ ഞാൻ കേട്ടത്. വിജയുടെ കാര്യത്തില് എന്താണെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.